പ്രിയമുള്ളവരെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് ഇന്ന് ഒരു ശക്തിയാണ്. മലങ്കര സഭയുടെ കരുത്തെന്ന് പറയുന്നത് പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയുമാണ്. അതിൽ നിന്നൊട്ടും നമ്മൾ അസഹ്യപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ പരിശുദ്ധ സഭയുടെ ചില വെല്ലുവിളികൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. അത് നമ്മൾ മറന്നു പോകാതിരിക്കണമെന്നും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. കേരളത്തിൽ ഇത്രമാത്രം ഗവൺമെന്റിനാൽ അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ടെന്ന് എനിക്ക് വിചാരമില്ല. നീതി നിഷേധിക്കപ്പെടുന്നത് എപ്പോഴും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട യാക്കോബായ സഭയുടെ പ്രാദേശിക മേലധ്യക്ഷൻ എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. അതെന്താണെന്നറിയാവോ? അദ്ദേഹത്തോട് ആ കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട്. കേരള ഗവൺമെന്റിനെ എങ്ങനെയാണ് മുൾമുനയിൽ നിർത്തേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നു. കേരള സർക്കാരിനെ ക്ഷാവരപ്പിക്കാൻ യാക്കോബായ സഭയുടെ പ്രാദേശിക അധ്യക്ഷന് കഴിയുന്നു എന്നുള്ളതാണ്. ആ പിതാവിന്റെ പേര് കേൾക്കുമ്പോഴേക്കും മന്ത്രിമാരൊക്കെ ഞെട്ടി ഞെട്ടി വിറയ്ക്കുകയാണ്. അവർ രാത്രി ഈ പേര് കേൾക്കുമ്പോൾ ഉറക്കമില്ലാതെ എഴുന്നേൽക്കുകയാണ്. ഞാൻ പല മന്ത്രിമാരോടും സംസാരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയോടും സംസാരിച്ചിട്ടുണ്ട്. യാക്കോബായ സഭയുടെ മാർ തോമസ് ഒന്നാമൻ പിതാവിന്റെ പേര് കേൾക്കുമ്പോഴേക്കും അവർക്ക് എന്തോ ഒരു അങ്കലാപ്പ്. ആ അങ്കലാപ്പ് കൊണ്ടാണ് നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്ന പരോക്ഷമായ ഒരു സമ്മതിക്കുകയാണ്. ഇതിനെന്താണ് പ്രതിവിധി അറിഞ്ഞുകൂടാ. അവർക്കും അറിയാൻ മേല, എനിക്കും അറിയാൻ മേല. രാഷ്ട്രീയ പ്രതിരോധമില്ലാത്ത ഏക സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. നമുക്ക് വേണ്ടി ആരും ഒന്നും വാദിക്കാനില്ല. ഉയരത്തിലെ ദൈവം ഒഴിച്ച മറ്റാരും വാദിക്കാനില്ല. നീതി നിഷേധിക്കപ്പെടുന്ന നാം നിസ്സഹായരായി മേലോട്ട് നോക്കി നിലവിളിക്കുകയല്ലാതെ മാർഗമില്ല. കേരള ഗവൺമെന്റിനെ ഇതുപോലെ മുൻനിലയിൽ നിർത്തിയ ഏതെങ്കിലും ഒരു സമൂഹം കേരളത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിഭാഗം ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് എനിക്ക് വിചാരമില്ല. 1956 കേരളം നിലവിൽ വന്നത്. ഇന്നലെയല്ലേ കേരളത്തിന്റെ പിറവിദിനം. ഈ ചരിത്രത്തിൽ ഈ 1956 മുതലുള്ള കാലയളവിൽ കേരള ഗവൺമെന്റ് ക്ഷാ എന്ന് വരപ്പിക്കുന്ന വിധത്തിലുള്ള പൊടിക്കൈ എന്താണെന്ന് എൻ്റെ ശ്രേഷ്ഠ സഹോദരനോ എന്തോ പറയുന്നെനിക്ക് അറിയാമല്ല, എൻ്റെ ബാബ യാക്കോബായ സഭയുടെ അധ്യക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ മാർഗം സ്വീകരിക്കാൻ മേല. ആ മാർഗം സ്വീകരിക്കാനുള്ള തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാം നടക്കും. പക്ഷേ നീതി നിഷേധിക്കപ്പെടുന്നതിന് അതിരുണ്ട്. ദൈവം അത് പൊറുക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ നീതി, നിഷേധിക്കപ്പെട്ട നീതി തിരിച്ച് ലഭിക്കേണ്ടി വരും. ഒരു സംശയവുമില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. നമുക്ക് രാഷ്ട്രീയ പ്രതിരോധം പറയാൻ ആരുമില്ല. നമ്മുടെ കൂടെ ഈ സഭയ്ക്ക് വേണ്ടി വാദിക്കാൻ ജുഡീഷ്യറിയിൽ രാഷ്ട്രീയം കലർത്തിയാണ് ഇന്ന് ഈ നാടകങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുന്നത്. ജുഡീഷ്യറിയിൽ രാഷ്ട്രീയം കലർത്തി എന്തിനു വേണ്ടി? മലങ്കര സഭയെ തോൽപ്പിക്കാൻ വേണ്ടി. ആര്? രാഷ്ട്രീയ നേതൃത്വം. ഇത് മലങ്കര സഭ തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞു. അതിനർത്ഥം മലങ്കര സഭ ഒരു കൊടിയുടെ കീഴിൽ വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. മലങ്കര സഭയ്ക്ക് രാഷ്ട്രീയമില്ല, അതും ഞാൻ തർപ്പിച്ച് പറയുകയാണ്. പക്ഷേ നീതി നിഷേധിക്കപ്പെട്ട ഇതുപോലുള്ള ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹം, ഒരു സമുദായം കേരളത്തിൽ ഇല്ല എന്നുള്ള നിലവിളി വളരെ ശക്തമായിട്ട് നമ്മൾ ഓർത്തേ പറ്റൂ. അത് സഭയുടെ പല വെല്ലുവിളിയാണ്. യാക്കോബായ സഭയ്ക്ക് ഇപ്പോഴത്തെ മന്ത്രിമാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്, MP ഉണ്ട്, MLA മാരുണ്ട്. അവിടെയുള്ളവരെല്ലാവരും തന്നെ യാക്കോബായ സഭയുടെ ആജ്ഞാനുവർത്തികളാണ്. തൂപ്പുകാലം മുതൽ ജില്ലാ കലക്ടർ വരെയുള്ള ആളുകൾ ആ സഭയുടെ ആജ്ഞാനുവർത്തികളായിട്ട് വർത്തിക്കുന്നത് കാണുമ്പോൾ സഹതാപവും ദുഃഖവുമുണ്ട്. കേരള മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ചതാണ്, തൂപ്പുകാലം മുതൽ ജില്ലാ കലക്ടർ വരെ പാത്രിയർക്കീസ് പക്ഷത്തെ ആജ്ഞാനുവർത്തികളെ നിങ്ങളവിടെ അപ്പോയിന്റ് ചെയ്തിട്ട് നീതി ലഭിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കൈമലർത്തുന്നതിൽ എന്ത് നീതിയുണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുകയല്ല. നിങ്ങൾ കേൾക്കാൻ ചോദിക്കുകയില്ല. പ്രിയമുള്ളവരെ, അനീതിയാണെന്ന് വിളിച്ചു പറയുവാനുള്ള ചങ്കൂറ്റം മലങ്കര സഭയ്ക്കുണ്ട്. എന്തെല്ലാം അപകടങ്ങൾ വരട്ടെ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കാത്തുസൂക്ഷിക്കുന്ന സർവശക്തൻ നമ്മോടൊപ്പം ഉണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുണ്ട്, പരിശുദ്ധ പാമ്പാടി തിരുമേനിയുണ്ട്, വിശുദ്ധ കന്യമറിയാൻ നമുക്കുണ്ട്, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുണ്ട്. പ്രിയമുള്ളവരെ, വളരെ ദുഃഖം കൊണ്ട് പറയുകയാണ്, ഇതിന്റെ ഒരു കുറ്റം നമ്മുടേത് തന്നെയാണ്.
ഇന്നലെ നമ്മുടെ സ്വന്തമെന്ന് വിചാരിക്കപ്പെടുന്ന ചിലര് ഒരു കാല് ദേവലോകത്തും ഒരു കാല് പുത്തൻകുരിശിലെ വെച്ചിരിക്കുന്നു. ഇന്നലെ കോടതിയിലെ മീഡിയേഷൻ വിഷയം വരുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഓർത്തഡോക്സുകാരൻ അതിൽ കയറി ചെന്ന് ഞാനാണ് ഓർത്തഡോക്സ് സഭയുടെ വക്താവ് എന്ന് പറഞ്ഞ് സഭയ്ക്ക് അല്പം ദോഷമുള്ള ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഇത് സഭ സമ്മതിക്കുമെന്ന് എന്നോട് ചോദിക്കുന്നില്ല, സേവ്യർ മെത്രാച്ചനോട് ചോദിക്കുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഓർത്തഡോക്സുകാർ ഇതിൻ്റെ അകത്തുണ്ട്, വ്യക്തമായിട്ടറിയാം. എന്നിട്ട് അവർ ഓർത്തഡോക്സ് സഭയുടെ വക്താക്കളാണെന്ന് നാടാകെ വിളിച്ചു പറഞ്ഞ് അവരുടെ ബിസിനസ് നടക്കുന്നു, അവർ ലാഭമുണ്ടാക്കുന്നു. ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ അല്പം വികാരഭരിതനായി സംസാരിക്കുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കും. ക്ഷമിക്കുക, ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഇതിനൊക്കെ ഏക പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ നിലവിളിയോട് നൊന്തുള്ള പ്രാർത്ഥനയാണ്, കണ്ണുനീരാണ്. പരിശുദ്ധ പരിമേ തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനീതിയുടെ നിലം കൊണ്ട് നമുക്കൊന്നും വേണ്ട. അനീതി ചെയ്തു തരണം, അനീതി അർഹിക്കാത്ത ഒന്നും തന്നെ ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ തരരുതേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രിയമുള്ള ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടം മലങ്കര സഭ എന്ന് വെല്ലുവിളിയായിട്ട് ഞാൻ കാണുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ദുഃഖമുണ്ട്, പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ പറഞ്ഞു പോകുന്നു. ആരെയും നോവിക്കാനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ള് ഈ സഭ എൻ്റേതാണെന്നുള്ളൊരു വികാരം വരുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തിളച്ചു പൊങ്ങുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഒരുപക്ഷെ അത്രയും യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. ഏത് മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോഴും എന്തെങ്കിലും മുടന്ത ന്യായം പറയും. ചില മന്ത്രിമാരെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഞാൻ വളരെ ബിസിയാണെന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് അവഹേളനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ വെറുതെ ഒന്ന് അറിയിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. രാഷ്ട്രീയവും വേണ്ട, നമുക്ക് കൊടിയും വേണ്ട, ഒന്നും വേണ്ട. ദൈവം നമ്മോടൊപ്പം ഉണ്ട്. പരിശുദ്ധ പരിമേ തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.